ഭീകരർക്കെതിരെ കനത്ത ജാഗ്രതയിലാണ് നമ്മുടെ രാജ്യം. പക്ഷെ അതിനിടയിലും മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വാർത്ത വരുന്നു. നേപ്പാൾ വഴി നമ്മുടെ രാജ്യത്തേക്ക് ഭീകരർ നുഴഞ്ഞു കയറിയെന്നാണ്. എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ? തന്നെയാണോ? അതെ, ബീഹാറിൽ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിനകത്ത് പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിലെല്ലാം തന്നെ ജനങ്ങളോടെല്ലാം ജാഗ്രതയിലിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ മേഖലയിൽ ഭീകരർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. ഈ വാർത്ത വന്ന് കുറച്ചു നേരമേ ആയിട്ടുള്ളൂ, അധികം സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചൂടേറിയ വാർത്തയാണ് എന്നുള്ളതാണ്. ജെയ്ഷെ മുഹമ്മദിൻ്റെ അംഗങ്ങളാണ് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അവരാണ് അകത്തേക്ക് വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്നാണ്. 3 പേരാണ് നേപ്പാൾ വഴി എത്തിയത്. 3 ആഴ്ച മുമ്പ് അവർ നേപ്പാളിൽ എത്തിയതായിട്ടുള്ള വിവരവുമുണ്ട്. റാവൽപിണ്ടി സ്വദേശികളായിട്ടുള്ള ഹസ്നൈർ അലി, ഉമർകോട് സ്വദേശി ആദിൽ ഹുസൈൻ, ബഹാവൽപൂർ സ്വദേശി മുഹമ്മദ് ഉസ്മാൻ എന്നിവരാണ് സംസ്ഥാനത്തെത്തിയതെന്നാണ് ബീഹാർ പോലീസ് പറയുന്നത്. ഇവരുടെ തിരിച്ചറിയൽ രേഖയും പാസ്പോർട്ട് വിവരങ്ങളും ഈ പറയുന്ന ചിത്രവും ഇവരുടെ ഫോട്ടോയടക്കം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുകയും അതിർത്തി ജില്ലകളിലേക്ക് വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരെ കിട്ടിക്കഴിഞ്ഞാൽ പോലീസിനെ ബന്ധപ്പെടണം. ഇവരെ കണ്ടാൽ ഇവരുടെ കയ്യിൽ ആയുധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയവുമൊക്കെ ഉണ്ട്. ഓഗസ്റ്റ് മാസത്തെ 2ാം ആഴ്ചയിലാണ് 3 സംഘം നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ എത്തിയത് എന്നാണ് പറയപ്പെടുന്ന വിവരം. നമ്മൾ ഇന്നലെയാണ് സംസാരിച്ചത്. അതെ, ജെയ്ഷെ മുഹമ്മദ് ഫണ്ടൊക്കെ സ്വരൂപിക്കുകയാണ്. പാക് ചാരസംഘടനയായിട്ടുള്ള ISI അവരെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. ബീഹാറിന്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇലക്ഷൻ നടക്കാൻ പോവുക. ഇലക്ഷൻ നടക്കുന്നതിന് 2 മാസം മുമ്പ് അവിടെ ഭീകരർ എത്തുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായ നിരീക്ഷണം ആവശ്യമാണ്. ഏതാണ്ട് 2 മാസം മുമ്പ് തന്നെ ഇന്റലിജൻസ് വിവരം ഉണ്ടായിരുന്നു, ബീഹാറിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ട്, ഇലക്ഷൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇലക്ഷനോടനുബന്ധിച്ച് ഭീകരാക്രമണം നടത്താനും മടിക്കില്ല ഇവർ. കാരണം ഇന്ത്യയുടെ ജനാധിപത്യം തകർക്കുക എന്നുള്ളതാണല്ലോ ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അതിന് വേണ്ടിയിട്ടാണ് മതം നോക്കി വെടിവെച്ച് കൊല്ലുന്നത്. മതം നോക്കി വെടിവെച്ച് കൊന്നാൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവും. ആ ഭിന്നിപ്പിൽ ജനങ്ങൾ തമ്മിലടിക്കും. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നിട്ട് ആൾക്കാർ മരിക്കും. ഇതൊക്കെയാണ് ഇവർ ലക്ഷ്യം വെച്ചത്. എന്തായാലും ഈ ദിവസം നമ്മൾ ഈ വാർത്ത വരുന്നതിന് പിന്നെയും ഇപ്പോൾ ഈ വാർത്ത വന്നിട്ട് ഏതാണ്ട് 1-2 മണിക്കൂറിലേറെയായി. ഒരു 5 മണിക്കൂർ മുമ്പ് ഇന്ന് പുലർച്ചെ ജമ്മു കാശ്മീരിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നുണ്ട്. അതായത് ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോര ജില്ലയിലെ ഗുരസ് സെക്ടറിൽ ഈ പറയുന്ന നിയന്ത്രണ രേഖ കടന്ന് വന്ന 2 ഭീകരരെ നമ്മുടെ സൈന്യം വധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല, നിരന്തരമായി പല പ്രദേശങ്ങളിലൂടെ രാജ്യത്തിനകത്തേക്ക് കയറി രാജ്യത്തെ സമാധാനവും ഒരു ജനങ്ങളുടെ സുരക്ഷയുമൊക്കെ അപകടത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇവരുടെ ആത്യന്തിക ലക്ഷ്യം എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാവും. ഭീകരരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭീകരർ ഇവിടെ ഇന്ന മേഖലയിലുണ്ട് എന്നുള്ള സൂചന കിട്ടിയതോടുകൂടിയാണ് ഇന്ത്യൻ സൈന്യം അവിടെ പോയത്. രാഷ്ട്രീയ റൈഫിൾസിൻ്റെ യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് തിരിച്ചത്. ഓപ്പറേഷൻ നൌഷേര-നാർ 4 എന്ന് പറയുന്ന ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് നൌഷേര-നാറിന് സമീപം ഈ പറയുന്ന ഏറ്റുമുട്ടലുണ്ടായത്. ഈ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടക്കാനുള്ള സംഘത്തിൻ്റെ ശ്രമം ഇന്ത്യ പരാജയപ്പെടുത്തി. അതിനുശേഷം വെടിവയ്പ്പുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ വെടിവയ്പ്പുണ്ടായി. ഈ വെടിവയ്പ്പ് കഴിഞ്ഞതിന് ശേഷം ഇവരെവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ, ഭീകരരുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം തെരച്ചിൽ നടത്തും. അങ്ങനെ തെരച്ചിൽ നടത്തി പോകുന്നതിനിടയ്ക്ക് 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. പക്ഷെ കൂടുതൽ ഭീകരരുണ്ടോ എന്നുള്ളതിൻ്റെ അറിയാൻ വേണ്ടിയിട്ട് സമീപ പ്രദേശങ്ങളിലും കൂടെ തെരച്ചിൽ വ്യാപിപ്പിച്ചു. പക്ഷേ ആരെയും കണ്ടെത്താനായില്ല. നുഴഞ്ഞുകയറ്റ ശ്രമം ഇനിയും നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള പോലീസിൻ്റെ രഹസ്യ വിവരങ്ങളൊക്കെ നേരത്തെയും പുറത്തു വന്നിരുന്നു. ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ജമ്മു കാശ്മീർ പോലീസിനോട് ചേർന്ന് ഇന്ത്യൻ സൈന്യവും കൂടെ ചേർന്നിട്ടാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത്. സംശയാസ്പദമായ നീക്കം സൈന്യത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ ഭീകരർ വെടിവെക്കുകയായിരുന്നു. മിക്കവാറും അങ്ങനെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഒരു തെരച്ചിൽ നടത്തുകയാണെങ്കിൽ ആ പ്രദേശത്ത് കൃത്യമായിട്ട് ഇപ്പോൾ ഭീകരരെ കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ശക്തമായ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ കാര്യവും കൂടിയാണത്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മേഖലയിൽ, പ്രത്യേകിച്ച് കശ്മീരിൻ്റെ മേഖലയിൽ, അതുപോലെ തന്നെ ഈ പറയുന്ന അതിർത്തി, ഈ പറയുന്ന നിയന്ത്രണ രേഖയുള്ള പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൻ്റെ മേഖലകളിൽ നിന്നാണ് കൂടുതലായിട്ടും ഇങ്ങോട്ട് നോക്കി ആ മേഖല ഇവരൊരു തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന അവസ്ഥയൊക്കെ നമുക്കറിയാവുന്നതുമാണ്. എന്തായാലും ഈ ഗുരുതരമായ സാഹചര്യത്തെ നേരിടാൻ വേണ്ടിയിട്ട് സൈന്യം സുസജ്ജമാണ് എന്നുള്ളതാണ് പറയുന്നത്. രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് തരത്തിലുള്ള ഒരു ഭീകരവാദ നീക്കം ഉണ്ടായാലും അവിടെ കൃത്യമായ രീതിയിൽ ഓപ്പറേഷൻസ് നടത്താനും ഈ പറയുന്ന ഭീകര നീക്കങ്ങളെ അടിച്ചമർത്താനുമുള്ള ശേഷി
ഇന്ന് നമ്മുടെ സൈന്യത്തിനുണ്ട് എന്നുള്ളതാണ്. ഈ അതിർത്തികളിൽ കൃത്യമായി ഡ്രോൺ നിരീക്ഷണം നമ്മൾ നടത്താറുണ്ട്. ഡ്രോൺ നിരീക്ഷണം എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള ഡ്രോൺ നിരീക്ഷണമല്ല. ഈ നമ്മൾ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലപ്പടർപ്പുകൾക്കിടയിൽ, ചെടികൾക്കിടയിൽ അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നവരെയൊക്കെ കൃത്യമായി കണ്ടെത്താനും അവരെ ആക്രമിക്കാനും ഇല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്താനും അവരെ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഈ കിഴക്കാന്തൂക്കായ അതിർത്തി പ്രദേശത്തൊക്കെയാണ് ഇവർ കൂടുതലും കയറാൻ ഉപയോഗിക്കുന്നത്. കയറാൻ വലിയ പാടാണ്, അങ്ങോട്ടേക്ക് സൈനികർക്ക് ഇറങ്ങി ചെല്ലാനും പാടാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളായ സൈനികരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിർത്തിയുടെ മറ്റു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഫയർ ചെയ്യും, പാകിസ്ഥാൻ ആർമി ഫയർ ചെയ്യും. അപ്പോൾ അവർക്കറിയാം താഴെ കൂടി ആരോ പാസ് ചെയ്യുന്നുണ്ട്, അവർക്ക് പാസ് ചെയ്ത് പോകാനുള്ള സൗകര്യമൊരുക്കാനാണ് ഇവർ വെടിവെക്കുന്നത്. അപ്പോൾ ഇവർ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് മുമ്പൊക്കെ ആണെങ്കിൽ ഈ പറയുന്നവർ തിരിച്ച് പാകിസ്ഥാൻ ആർമിയെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ കടന്നു പോകും. അവർ ഇന്ത്യക്ക് ഉള്ളിലേക്ക് പ്രവർത്തിച്ച് എവിടെയെങ്കിലും പോയി ആക്രമണം നടത്തുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ നീങ്ങുകയാണെങ്കിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്താൻ കഴിയും. നിരീക്ഷണ വിമാനങ്ങളുണ്ട്. ഇവ കൃത്യമായിട്ട് നിരീക്ഷണം നടത്തി ഇവരെ ആക്രമിച്ച് പിടിച്ച് ഇല്ലാതാക്കാനുള്ള രീതികൾ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വലിയ രീതിയിൽ ഡോഗ് സ്ക്വാഡിനെ, ഈ പറയുന്ന സ്നൈപ്പർമാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിർത്തിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. എങ്കിലും ഇത്തരത്തിൽ അയൽ രാജ്യങ്ങൾ വഴി, ഈ പറയുന്ന നേപ്പാൾ വഴി നുഴഞ്ഞു കയറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നേപ്പാൾ ഇവരൊരു സേഫ് ഹൗസ് ആക്കി മാറ്റുന്നുണ്ട് എന്നുള്ള ഒരു ഭീതിതമായ അനുഭവവും അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും അതിനെ ഇപ്പോൾ ഡിഫ്യൂസ് ചെയ്യാനുള്ള ശ്രമമാണ്. ഈ 3 ഭീകരർ എവിടെയാണുള്ളതെന്നുള്ളത് കൃത്യമായി കണ്ടെത്തും. ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാവും. ഇന്ത്യക്കകത്തേക്ക് നടത്തുന്ന ഏത് ആക്രമണവും യുദ്ധമായിട്ട് കണക്കാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അത് പാകിസ്ഥാന് കൃത്യമായ തിരിച്ചടി നൽകാൻ പര്യാപ്തമാണ് എന്നുള്ള രീതിയിൽ തന്നെ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവർ രാജ്യത്തിനകത്തൊരു ആക്രമണം നടത്തിയാൽ അത് പാകിസ്ഥാൻ്റെ അവസാന നീക്കമായിരിക്കും. പിന്നെ ഒരു നീക്കത്തിനുള്ള അവസരം ഉണ്ടാകില്ല. ഇന്ത്യ അതിനെ ശരിയാക്കി. ജെയ്ഷെ മുഹമ്മദ് ഈ പറയുന്ന പോലെ പ്രസിദ്ധ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ പണപ്പിരിവ് നടത്തുന്നുണ്ട്, ഈ പറയുന്ന ക്യാമ്പുകൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് നൂതനമായ ആയുധങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവയെല്ലാം പരാജയപ്പെടുത്താനുള്ള ഒരു ശേഷി നമ്മുടെ സൈനിക സംവിധാനങ്ങൾക്കും ശക്തികൾക്കും ആയുധങ്ങൾക്കും എല്ലാം ഉണ്ട്. അതുപയോഗിച്ച് തന്നെ അധികം വൈകാതെ നമ്മൾ ഇവരെ നേരിടും. ഇതിന് എപ്പോഴൊക്കെ പാകിസ്ഥാൻ മുതിർന്നിട്ടുണ്ടോ, ആക്രമണത്തിന് ഏതെല്ലാം രീതിയിൽ മുതിർന്നിട്ടുണ്ടോ അതിനെല്ലാം തന്നെ കൃത്യമായി മറുപടി കൊടുക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയും. ബീഹാറിൽ ഇപ്പോൾ നുഴഞ്ഞു കയറിയ ഭീകരർ അധികം താമസിക്കാതെ ഒന്നുകിൽ ജീവനോട് പിടിക്കപ്പെട്ടാൽ അവന്മാരുടെ കഷ്ടകാലം മുഴുവൻ സത്യങ്ങളും വായിൽ നിന്ന് വന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ വായിൽ നിന്ന് വേറെ പലതും വരും. അത് ചോരയാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ശരി തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ സൈന്യം അവരെ ഇല്ലാതാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ സംശയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ഈ പറയുന്ന പാകിസ്ഥാൻ സൈന്യം നേരിട്ട് വിചാരിച്ചാൽ പോലും ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പഹൽഗാം അറ്റാക്ക് നടത്തിയ ഭീകരരെ നമ്മൾ എന്താണ് ചെയ്തത് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞതാണ്. അതെ, ആ 3 പേര് എവിടെയെന്ന് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു, 3 പേരെയും കാണിച്ചു കൊടുക്കുകയും ചെയ്തു കൃത്യമായിട്ട്. അപ്പോൾ അവരുടെ മൃതദേഹം കണ്ടപ്പോൾ പിന്നെ പ്രതിപക്ഷത്തിനൊന്നും പറയാനില്ലായിരുന്നു. അത് തന്നെയാണ് ഇന്ത്യയുടെ ഇനിയുള്ള നയവും. തീർക്കുക, ഒരു ഭീകരന് ഈ മണ്ണിൽ സ്ഥാനമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.